വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയിൽ വ്യത്യസ്ത സിനിമകൾ, കോമഡി സിനിമകൾ, സ്റ്റണ്ട് സിനിമകൾ, ക്ലാസിക് സിനിമകൾ, ചരിത്ര സിനിമകൾ, അങ്ങനെ നിരവധി വ്യത്യസ്ത സിനിമകൾ സംവിധാനം ചെയ്ത ഡയറക്ടറാണ് ഹരിഹരൻ. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ ലേഡീസ് ഹോസ്റ്റല്, കോളേജ് ഗേള്, അങ്ങനെ തുടങ്ങിയൊരു പരമ്പര. അപ്പോൾ ചിരിയും കളിയും തമാശയും ആക്ഷനും എല്ലാം ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കാതെ 10-100 ദിവസം തിയേറ്ററിൽ അന്ന് ഓടിച്ച സിനിമകളാണ്. അവിടെ നിന്ന് കുറെ മാറ്റങ്ങൾ വരുന്നു. അതായത് സത്യൻ, മധു, പ്രേം നസീർ മുതലുള്ളവരാണ് ഹരിഹരൻ്റെ പടത്തിലെ അഭിനേതാക്കൾ. അവർ പിന്നെ ഓരോരുത്തർ മാറി മാറി വന്നു. ഹരിഹരൻ സ്റ്റേജുകൾ മാറി, പിന്നെ MTയുമായി ചേർന്ന് വ്യത്യസ്ത പടങ്ങൾ വന്നു. ആ പടങ്ങളിൽ കൂടി ഒരു ക്ലാസിക് സംവിധായകൻ എന്നുള്ള പേര് കിട്ടി. ഇങ്ങനെ സംവിധാനം എന്നുള്ള പേര് കിട്ടുമ്പോഴേ അദ്ദേഹം വന്നത് സംവിധാനം ചെയ്യാനല്ല, ചിത്രകല അധ്യാപകൻ, നടനാവാൻ വേണ്ടിയാണ് മലയാള സിനിമയിലേക്ക് വന്നത്. അങ്ങനെ കൊച്ചു റോളുകളിലൊക്കെ അഭിനയിച്ചിട്ടാണ് പിന്നെ തനിക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫീൽഡ് സംവിധാനമാണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തുടങ്ങിയത്. ആ തുടക്കം വെച്ചപ്പോൾ ഞാനൊരു കഴിഞ്ഞ 50-52 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പടങ്ങളിലൂടെ ഒന്ന് കടന്നു പോയപ്പോൾ മലയാള സിനിമയിൽ ഒട്ടുമുക്ക 90% നടീനടന്മാരും അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രേം നസീർ ഇല്ലാത്ത സിനിമയെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ അടുത്ത് ചെയ്ത ചില സിനിമകളിൽ മാത്രമാണ് പ്രേം നസീർ ഇല്ലാത്തത്, ബാക്കി എല്ലാ സിനിമകളിലും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഹരിഹരൻ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ഒടുപ്പിൽ കണ്ട ക്ലാസിക് പഴശ്ശിരാജയാണത്. ആ പഴശ്ശിരാജയ്ക്ക് ശേഷം മറ്റൊരു മൾട്ടി സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് സിനിമയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പലപ്പോഴും കാണുന്നത്, സംസാരിക്കുമ്പോൾ ഹരിഹരനോട് കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകത, മറ്റു പല സംവിധായകരിൽ കിട്ടാത്ത ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഹരിഹരനായിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരിക്കും. ആള് കാഴ്ചയിലും ഗൗരവക്കാരാണ്. പക്ഷെ സംസാരിച്ച് വരുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയും. അതിലൊരു കോംപ്രമൈസും ഇല്ല. അത് കഥയുടെ കാര്യത്തിലായും ശരി, തിരക്കഥയുടെ കാര്യത്തിലായും, ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിലായും ശരി, അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. വളരെ പക്വമായിട്ടാണ് അദ്ദേഹം തുടങ്ങുക. തൻ്റെ അഭിപ്രായങ്ങൾ മാറ്റിമറിക്കാറുമില്ല. കൃത്യമായിട്ട്, അതായത് കൃത്യനിഷ്ഠയിൽ വരുന്നു പോകുന്നു. എന്ന ആള് ശുദ്ധ ഹൃദയനാണ്. ഈ ഗൗരവമൊന്നും, മുഖത്ത് കാണുന്ന ഗൗരവമൊന്നും മനസ്സിലില്ല എന്ന കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ആദ്യകാല മലയാള സിനിമയിൽ നിന്ന് ഇപ്പോഴും മലയാള സിനിമ നിൽക്കുന്നത് 2 സംവിധായകർ മാത്രമാണ്. ഒന്ന് ജോഷിയും മറ്റൊന്ന് ഹരിഹരനും. ബാക്കി എല്ലാവരും വല്ലപ്പോഴുമാണ് സിനിമ എടുക്കുന്നത്. പിന്നെ പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഹരിഹരൻ ഏറ്റവും പുതിയ 2 പ്രോജക്റ്റുകളുടെ മുന്നിലാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കേണ്ടൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചു. അല്ല സാർ, ഒരു സംശയമുണ്ട്. പലരും എന്നോട് ചോദിക്കുന്നു, ഈ ഹരൻ സാറ് ചില പ്രത്യേക നടികളോട് വൈരാഗ്യമുണ്ട്. ഇതായതിപ്പോൾ ഉദാഹരണമായിട്ട് മഞ്ജു വാര്യർ എല്ലാവരും സിനിമയിൽ കിട്ടാൻ കാത്തിരിക്കുകയാണ്. മഞ്ജു വാര്യർ, ഉർവശി, ഈ 2 പേരെ, അതായത് ഇവര് 2 പേരും എന്ന് പറഞ്ഞാൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയാവുന്ന നിലവാരത്തിലേക്ക് എത്തി നിൽക്കുന്ന 2 നടികളാണ്. ഇവരെന്താ സാറിൻ്റെ പടത്തിൽ അഭിനയിപ്പിക്കാത്തത്? എന്തെങ്കിലും പ്രത്യേകിച്ച് വൈരാഗ്യമുണ്ടോ? അപ്പോൾ സാർ പൊട്ടിച്ചിരിച്ചു. അങ്ങനെ പൊട്ടിച്ചിരി എന്നാൽ വെറും ചിരിയല്ല, ചിരി ഇങ്ങനെ കുറച്ചൊരു 5 മിനിറ്റോട് ഒരാൾ പറയുന്നു, എടോ എനിക്ക് ആരോടും ഒരു ഗൗരവവും പരാതിയും ഇല്ല. എൻ്റെ സിനിമകൾ എടുത്ത് നോക്കൂ, ഞാൻ പുതുമുഖങ്ങളിട്ടാണ് കൂടുതൽ പടം എടുത്തിട്ടുള്ളത്. ആ പുതുമുഖങ്ങളെല്ലാം ഇന്ന് മലയാള സിനിമയിൽ വലിയവരല്ലേ. എന്നെ സംബന്ധിച്ച് കഥാപാത്രത്തിന് അനുയോജ്യമായവരെയാണ് ഞാൻ കാസ്റ്റ് ചെയ്യാറ് പതിവ്. എനിക്ക് മഞ്ജു വാര്യരോട് എന്തിനാ ദേഷ്യം കാണിക്കേണ്ടത്? ഉർവശിയോട് എന്താ ദേഷ്യം കാണിക്കുന്നത്? പക്ഷെ താൻ ഈ ചോദിച്ചത് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇവരെ കാസ്റ്റ് ചെയ്യാത്തതെന്നുള്ളതാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് അവർക്ക് പറ്റിയ റോളുകളൊന്നും എൻ്റെ സിനിമയിൽ വന്നിട്ടില്ല. അതെൻ്റെ കുറവാണ്. അതിലെനിക്ക് ഖേദമുണ്ട്. അതുകൊണ്ട് തന്നെ വരുംകാല എൻ്റെ സിനിമകളിൽ മഞ്ജു വാര്യരെയും ഉർവശിയെയും കാസ്റ്റ് ചെയ്യാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതിന് തക്ക രീതിയിൽ സ്ക്രിപ്റ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 കൂട്ടർക്കും യോജിച്ച് പോകാവുന്ന ഒരവസരം കിട്ടിയാൽ തീർച്ചയായും ഞാൻ ഈ 2 പേരെയും എൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കും. നഷ്ടം എനിക്കല്ലേ,
ആ നഷ്ടം നികത്തേണ്ടത് എൻ്റെ ചുമതലയല്ലേ? അങ്ങനെ വരുമ്പോൾ മലയാള സിനിമയിൽ ഹരിഹരൻ മഞ്ജു വാര്യരെയും ഉർവശിയെയും ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള പേരുദോഷവും മാറ്റാൻ എനിക്ക് കഴിയും.